ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല കിട്ടിലൻ ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നല്ല നാടൻ രീതിയിൽ പച്ചക്കുരുമുളകും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചിക്കൻ കറിയാണ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു തണ്ട് പച്ചക്കുരുമുളകും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുത്ത ഉടൻ തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ 1 കൈപ്പിടിയോളം കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാള ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. ഇതിലേക്കിനി 4-5 പച്ചമുളക് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. സവാളയുടെ കളറൊക്കെ മാറി ആ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു കളറില്ലേ, ഒരു മഞ്ഞ കളർ, ആ ഒരു കളർ ആകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത്, ഒരു 2.5 ടീസ്പൂണോളം പെരിഞ്ജീരക പൊടിയാണ് കേട്ടോ ചേർത്തത്. ഇതിലേക്കിനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ പൊടിച്ച ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പൊടികളൊക്കെ ഒരു സവാളയിൽ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊരു ഗ്രേവി ആക്കി മാറ്റണം. അധികം വെള്ളം ചേർക്കണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാല ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാത്രത്തിൽ എനിക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഹാഫ് ചിക്കൻ അളവിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ പൊടികളൊക്കെ ഇതിൻ്റെ നേരെ പകുതി എടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം മതി, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ചിക്കൻ കറിക്ക് തീരെ കളർ കുറവായതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയുടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ അത് ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പം ആ ഒരു കറിയുടെ അളവൊന്ന് കുറയും, കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി രീതിയിൽ നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.